അടിയോ ആര് തമ്മിൽ നിന്ന് വലിക്കാതെ കാര്യം പറ. എന്റെ ഭഗവതി, ഇവന്റെ ഷേപ്പ് മാറാതെ നീ നോക്കിക്കോണേ. ഈ സീരിയൽ കാണാനല്ലേ നാട്ടിൽ നടക്കണ വല്ലതും അറിയണ്ടോ? ഞാൻ 49-ാം വാർഡില് ഗതികേട് കൊണ്ട്, ഈ വാർഡ് വിഭജനം വന്നതിൽ ഗതികേട് കൊണ്ടും BJPന്റെ ഒരു കൗൺസിലർ ആയിരിക്കുന്ന ഒരു വാർഡിലെ ഒരു അങ്ങനെ പറയാൻ കാരണം എന്താ കാരണം എന്ന് പറഞ്ഞാല് അവിടെ ഒരു പൈപ്പിന് കുടിവെള്ള പൈപ്പ് പൊട്ടിയ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിന് കൗൺസിലറിനെ കാണണം എന്ന് പറഞ്ഞാൽ 10-15 വർഷമായിട്ട് ആ ഭാഗത്ത് ഒരു മനുഷ്യന്റെ കുട്ടിനെ കാണാനില്ല. കോമൺ സെൻസുള്ള ഏതെങ്കിലും ഒരു മനുഷ്യനെ ഈ സംഭവം കണ്ടില്ല എന്ന് വെക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞതിന്റെ ഗൗരവം സാറിന് മനസ്സിലായോ? ഒരു 8 മാസം മുൻപ് റോഡ് വികസനം എന്നും പറഞ്ഞിട്ട് ആ നാട്ടിൽ വന്നിട്ട് ആ നാട്ടുകാരന്റെ റോഡിനെ മൊത്തം കുത്തിപ്പൊളിച്ചിട്ടിട്ട് 8 മാസക്കാലം ആ നാട്ടിലെ ജനങ്ങളെ മൊത്തം ദുരിതം അനുഭവിപ്പിച്ചിട്ട് ഇപ്പൊ ചാറ്റൽ മഴ അടിച്ചു പറഞ്ഞ കുത്തിയൊലിച്ചു പോകുന്ന റോഡിനെ ഉണ്ടാക്കിയിട്ട് കണ്ണിൽ പൊടിയിട്ടിട്ട് ജനങ്ങളുടെ വോട്ട് തേടാൻ വരുന്ന BJPന്റെ നശിച്ച ഒരു ഭരണമാണ് ഈ പാലക്കാട്. അത് നീയല്ലേ? ഏതാണ് സത്യം പറ, അത് നീയല്ലേ? പൊളി റോഡുകളാണ് അധികാരികൾക്ക് എന്നും ഇഷ്ടം. പൊളി എന്ന് പറഞ്ഞാൽ പൊളിഞ്ഞ റോഡുകൾ. സ്മാർട്ട് റോഡുകൾ പൊളിക്കില്ലെന്ന മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ വാക്ക് 4 മാസം കൊണ്ട് പൊളിഞ്ഞ് പാളീസായി. എന്തല്ലേ, ഇതൊക്കെയാണ് ചരിത്രം സൃഷ്ടിക്കൽ എന്ന് പറയുന്നത്. എടോ, ജനങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടായാൽ അതെങ്ങനെ പരിഹരിക്കണമെന്നല്ല, എങ്ങനെ വഷളാക്കാം എന്ന് വേണം ചിന്തിക്കാൻ. മനസ്സിലായോ? അപ്പൊ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? അതിന് നമ്മൾ തുടങ്ങിയില്ലല്ലോ. ഇപ്പൊ സംസാരിച്ച പലരും പറയുന്നത് ഭരണമേ ഇല്ല, BJP പോകുന്നാണല്ലോ. ഈ 49-ാം വാർഡിലെ കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളത്തിന്റെ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. വളരെ നല്ല കാര്യം തന്നെ. കാരണം എന്താ അറിയോ, ഇത് നേരാക്കേണ്ടത് പാലക്കാട് നഗരസഭയിലെ വാട്ടർ അതോറിറ്റിയാണ്. കാര്യം പറയുന്ന സമയത്ത് അതിനെക്കുറിച്ച് എന്തെങ്കിലും പരിജ്ഞാനം ഉണ്ടാവണം. ഇവിടെ വാട്ടർ അതോറിറ്റി പരിഹരിക്കേണ്ട പ്രശ്നം അത് പരിഹരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് പാലക്കാട് നഗരസഭ അധികൃതരുടെ നേരെ പറയണമെന്നുണ്ടെങ്കിൽ ഇയാൾക്ക് തലയ്ക്ക് എന്താ തകരാറാണ് മേഡം? ഇതേ പരിജ്ഞാനം നിങ്ങളുടെ നേതാക്കന്മാർക്ക് ഉള്ളത് കൊണ്ടാണ് പാലക്കാട് നഗരസഭ ഭരിച്ച് നിങ്ങള് പടവലങ്ങ പോലെ മാർക്സിസ്റ്റ് പാർട്ടി പാലക്കാട് നഗരസഭയിലെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. അങ്ങനെയല്ലേ? അങ്ങനെ പറഞ്ഞു. ഇവിടെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പരിജ്ഞാനം വെച്ചിട്ട് CPM-ന്റെ ആളുകള് പാലക്കാട് നഗരസഭയിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇന്ന് CPM എന്ന് പറയുന്ന പാർട്ടി പാലക്കാട് നഗരസഭയിൽ അപ്രസക്തമായി കൊണ്ടിരിക്കുന്നത്. അവിടെ പോയി വീട് തിരക്കാനില്ല, അതൊക്കെ നിന്നോട് പറയാൻ ആരാ പറഞ്ഞത്? അത് ഞാൻ നാട്ടുകാരുടെ ഒരു സപ്പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് സപ്പോർട്ട് കിട്ടിയില്ലേ? CPM നല്ല മുന്നേറ്റം ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞു. കോൺഫിഡന്റോടുകൂടി അവര് ഏതൊക്കെ വാർഡുകളിൽ ജയിക്കും, ഭരിക്കണം എന്നുണ്ടെങ്കിൽ 27 എണ്ണം വേണം. ഈ 27 വാർഡ് ഏതൊക്കെയാണെന്ന് ഇവർക്ക് ഇവിടെ പറയാനുള്ള ആംബിയർ ഉണ്ടോ എന്നുള്ളത് ഒന്ന് പറയാൻ തരണം. എത്ര നേരമാണ് ചോദിക്കുന്നു, എന്തെങ്കിലും ഒന്ന് പറയണ. മാമനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നിന്നെ പറഞ്ഞാൽ മതിയല്ലോ. 27 വാർഡിലെങ്കിലും ഇവര് അരിവാൾ ചുറ്റുക നക്ഷത്രം അടയാളത്തിൽ മത്സരിക്കാൻ ഇവരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ തയ്യാറാകുമെന്നും പറയാൻ തയ്യാറാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് കാണുന്നുണ്ട്. കുറച്ചു കാലമായിട്ട് നിങ്ങൾ 3-ാം സ്ഥാനത്താണ്. ഇപ്പൊ പ്രശാന്ത് ചോദിക്കുന്നത് ജയിക്കണമല്ലോ, എവിടേക്ക് ജയിക്കുന്നു വരെ ചോദിക്കാനുള്ള കോൺഫിഡൻസ് അവർക്ക് എങ്ങനെ കിട്ടണേ? നിന്നെ ഒരു മത്സരത്തിനെങ്കിലും പരാജയപ്പെടുത്തിയിട്ടേ ഞാൻ PSC ടെസ്റ്റ്. അതിനെ നിനക്ക് ഏജ് ഓവറായിട്ട് 5 വർഷമായല്ലോ. പാലക്കാട് നഗരസഭയിൽ ഉൾപ്പെടെ ഏറ്റവും ആത്മവിശ്വാസത്തോടെ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ വേണ്ടി കാരണം അണ്ണനെ പറ്റി കുറച്ച് ഇല്ലാത്തതൊക്കെ പറഞ്ഞിട്ടുണ്ട്. വെറുതെ പൊക്കി അടിക്കാൻ വേണ്ടി കൈന്നിട്ട് കാച്ചി. കഴിഞ്ഞ 9.5 വർഷത്തിനിടയിൽ കേരളത്തിനകത്തുണ്ടായ മാറ്റം എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഈ നാട്ടിലെ ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ആളുകൾ പലതും പറയുന്നുണ്ട്. ആളുകൾ അങ്ങനെ പലതും പറയും. അവർക്കൊക്കെ പിന്നെ എന്താ പണി? അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു നമ്മൾ കാലം കഴിക്കും. ഞങ്ങൾ ഈ നാടിനകത്ത് ചർച്ച ചെയ്യേണ്ടുന്ന വികസന വിഷയങ്ങൾ നാടിന് മുൻപിൽ ചർച്ച ചെയ്യും. 2016 ഞങ്ങള് കേരളത്തിലെ ജനങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ ജനങ്ങളുടെ മുൻപിലേക്ക് വെച്ച പ്രകടന പത്രികയുണ്ട്. ആ പ്രകടന പത്രികക്കകത്ത് പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും നടപ്പിലാക്കിയിട്ടാണ് 2021 ഞങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളുടെ മുൻപിൽ വന്നിട്ടുള്ളത്. വാഗ്ദാനങ്ങളാണ്. അത് മുഴുവൻ പാലിച്ചിട്ടുള്ള ഒരൊറ്റ നേതാവും ഇന്ന് രാഷ്ട്രീയത്തിലില്ല. ജനങ്ങൾ പരാതി പറയും, ശരിയാക്കാമെന്ന് നമ്മളും പറയും. പിടിക്കുന്നു പറയാനുള്ള കോൺഫിഡൻസ് താങ്കൾക്കുണ്ടോ? തീർച്ചയായിട്ടും പാലക്കാട് നഗരസഭ ഇടതുപക്ഷം വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നത് മാത്രമല്ല, ഞങ്ങൾ ഭരണസമിതി രൂപീകരിക്കുന്നതിനുള്ള കരുത്ത് ഈ പാലക്കാട് നഗരസഭാ പരിധിക്കകത്തുള്ള ജനങ്ങൾ ഞങ്ങൾക്ക് തരുമെന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. തോൽക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ
ശുഭാപ്തി വിശ്വാസം വളരെ നല്ലതാണ്. പറഞ്ഞതുപോലെ എന്റെ പൊന്നു പ്രശാന്ത് നിങ്ങൾ ബേജാറാവണോ? പ്രശാന്ത് എന്തിനാണ് ഇങ്ങനെ ഭയപ്പെടുന്നത്? പ്രശാന്ത് എന്തിനാണ് ഇങ്ങനെ ഭയപ്പെടുന്നത്? ഇങ്ങനെ പേടിക്കലടാ. പ്രശാന്ത് ഇവിടെ നിന്ന് സംസാരിക്കുന്ന ഘട്ടത്തിൽ ഇപ്പൊ ഞാനാണെങ്കിലും UDF പ്രതിയാണെങ്കിലും അതിനകത്ത് വിരുദ്ധ അഭിപ്രായം ഇല്ലാഞ്ഞിട്ടല്ല ഇടപെടാതിരുന്നത്. അത് മിനിമം ജനാധിപത്യ മര്യാദയാണ്. ഐ ഡോണ്ട് ലൈക്ക് യുവർ ആറ്റിറ്റ്യൂഡ്. എനിക്ക് തന്നെ ഇഷ്ടമാവുന്നില്ല. താൻ എന്നെ കയറി പ്രേമിക്കാനൊന്നും വരണ്ട. ശ്രീ ആർഷോ തന്നെ ചോദിച്ചു എന്തിനാണ് ഇങ്ങനെ ആശങ്കപ്പെടുന്നത് എന്ന്. രണ്ട് സ്വതന്ത്രരെ കണ്ടപ്പോൾ തന്നെ അദ്ദേഹം ചോദിച്ചത്. അപ്പോ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി ചിഹ്നം ഈനാമ്പേച്ചിയെ മരപ്പെട്ടി ഒന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. അരിവാൾ ചിറ്റിയില്ലെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. പിന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥി വലിയ പ്രശ്നമാണോ? അല്ല, ഞങ്ങൾക്ക് അരിവാൾ ചുറ്റിക പ്രശ്നമല്ല. എന്നിട്ടാണ് സ്വതന്ത്രം പാലക്കാട് മുനിസിപ്പാലിറ്റി ഇവരൊക്കെ എടുക്കാത്ത നോട്ടാണ്. ഇവരൊക്കെ ഇവിടെ ഞങ്ങൾക്ക് എടുക്കാത്ത നോട്ടാണ്. ഈ മൂത്താന്തരയിലേക്ക് കാര്യം ആവർത്തിച്ച് പറയണ്ടല്ലോ, അന്ന് സംഭവം മൂത്താന്തര ആവർത്തിച്ച് പറയുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ ഈ മുടിയൊന്ന് നീട്ടി വളർത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്താ അറിയോ, ഇലക്ഷൻ കഴിഞ്ഞ് ഇവര് മൂത്താന്തര ജയിക്കുകയോ അതോ ഇത് ചെരക്കാൻ വരുമോ എന്നുള്ളത് ഇവരെന്നെ തീരുമാനിക്കട്ടെ. മിസ്റ്റർ കോട്ടപ്പള്ളി, അൺപാർലമെന്ററി ആയിട്ടുള്ള പദങ്ങൾ പ്രയോഗിക്കരുത്. ശരി. അല്ല, ആ വാക്ക് അൺപാർലമെന്ററി. ഒരു മിനിറ്റ്. ഇതിലേതാ അൺപാർലമെന്ററി? അൺപാർലമെന്ററി ഏതാണ്? ഇതിനേക്കാൾ അൺപാർലമെന്ററി ആയിട്ട് നിങ്ങളുടെ KPCCയുടെ പ്രസിഡന്റ് നിങ്ങളുടെ പ്രതിപക്ഷ നേതാവിനെ വിളിച്ചിട്ടുണ്ട്. നഗരസഭയിലെ 10 സീറ്റ് ഇവര് തികച്ചു പിടിച്ച CPM 10 സീറ്റ് CPM തികച്ചു പിടിച്ച ഈ പരിപാടി ഞാൻ അവസാനിപ്പിക്കാം. ഉറപ്പാണ്? ആണല്ലോ. നിന്റെ ഈ വാക്ക് ഞാൻ വിശ്വസിക്കുകയാണ്. നീയാണ് സാക്ഷി. ഉറപ്പാണല്ലോ? ഉറപ്പാണല്ലോ. മുനിസിപ്പാലിറ്റിയിലെ അതൊരു വെല്ലുവിളിയാണ് ശ്രീ ആർഷോ. 10 സീറ്റ്, അതായത് നോക്ക് ഒരു മിനിറ്റ്. നിങ്ങൾ എന്താണ് പറഞ്ഞത്? അല്ല, എനിക്ക് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത്, ഒന്നതിന് തൊട്ടു മുൻപ് പ്രശാന്ത് പറഞ്ഞുകൊണ്ടിരുന്ന വർത്തമാനം, BJPയുടെ ജില്ലാ അധ്യക്ഷനാണ് അദ്ദേഹം. സ്വാഭാവികമായും പാലക്കാട് നഗരസഭയ്ക്കകത്തെ ജനങ്ങള് അത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് RSSകാരുടെ BJPക്കാരുടെ നിലവാരം എന്നുള്ളതിനെ സംബന്ധിച്ച് സംസ്കാരത്തോടെ സംസാരിക്കടാ ചെറ്റ പട്ടി. അവരത് വിലയിരുത്തട്ടെ. പ്രശാന്ത്, ഞാൻ പറഞ്ഞു പൂർത്തീകരിക്കട്ടെ. നീ പോക്കരത്തരം പറഞ്ഞ ഞാൻ തെണ്ടിത്തരം പറയും. നിനക്കെന്നെ അറിഞ്ഞൂടാ, നീ കൂടുതൽ ആളാവില്ല കേട്ടാ. ഒരു ഗുണ്ടായിസം. അയ്യോ, ഇത് അസംബ്ലിയേക്കാൾ മോശമായല്ലോ. നീ അവനെ കൊണ്ടുപോയത് നന്നായി. ഇല്ലെങ്കിൽ ഞാൻ അവനെ കൊന്നേനെ. വെറുതെ ചിരിപ്പിക്കരുത്.